അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, നമ്മുടെ മദ്രസയിൽ പരീക്ഷ നടക്കുകയാണല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച ചെറിയ ഒരു റിവിഷൻ, പ്രത്യേകിച്ച് ലിസാനുൽ ഖുർആനാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. 7ാം ക്ലാസ്സിലെ ലിസാനാണ്. നാളെ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയാണല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാവില്ല. ഏത് വിഷയവും യൂട്യൂബിലേക്ക് നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ് കേട്ടാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ 50 മാർക്കിൽ ഏറ്റവും ചുരുങ്ങിയത് 35 മാർക്കെങ്കിലും വളരെ സിമ്പിളായിട്ട് നേടാൻ സാധിക്കും ഈ ഒരു ക്ലാസ്സിലൂടെ. ബാക്കി ഭാഗങ്ങൾ വരുന്നത് അർത്ഥം തന്നിട്ട് അറബിയാക്കാനും, അറബി തന്നിട്ട് അർത്ഥമാക്കാനും, അർത്ഥം എഴുതാനും ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ മറ്റു ലിസാനുൽ ഖുർആനൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള പാഠഭാഗങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കാരണം അതാണല്ലോ പാഠഭാഗങ്ങൾ, പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങൾ. അപ്പോൾ അത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഏത് സമയത്തും നമുക്ക് കൊല്ലപരീക്ഷയ്ക്കും അരക്കൊല്ല പരീക്ഷയ്ക്കൊക്കെ എന്ത് ചെയ്യും, ഉപകരിക്കും. അപ്പോൾ ഒരു നോട്ടിലൊക്കെ ആയിട്ട് ഈ ഒരു വിധം ഒന്ന് എഴുതി വെച്ചാൽ, നോട്ടിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ, ഈ എഴുതുന്ന വളരെ ഒരു പാഠത്തിലെ ഏറ്റവും ഷോർട്ടായ വിഷയമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഒരു ഭാഗത്ത് എഴുതി വെച്ചാൽ ഏത് സമയത്ത് എടുത്തു നോക്കിയാലും നമുക്ക് പെട്ടെന്ന് തിരിയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മിനൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. ആ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് അൽ ഫിഅലു നൗആനി, ഫിഅല് 2 വിധമുണ്ട് എന്നുള്ളതാണ്. ഒന്ന് മഅറൂഫാണ്, മറ്റൊന്ന് മജ്ഹൂലാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഇദാ ദുകിറ മഅൽ ഫിഅലി ഫാഇലുഹു, ഫിഅലിന്റെ കൂടെ ഫാഇലിനെ പറയും, ചെയ്ത ആളെ പറയും. ഏത് പ്രവൃത്തിയാണെങ്കിലും ആ ചെയ്ത പ്രവൃത്തിൻ്റെ കൂടെ ആരാണോ ചെയ്തത് അവനെ പറയും എന്നുള്ളതാണ്. അതാണ് എന്ത് മഅറൂഫ് എന്ന് പറയാം. എന്നാൽ മജ്ഹൂലാണെങ്കിലോ, അപ്പോൾ മനസ്സിലായല്ലോ മഅറൂഫ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ മജ്ഹൂലാണെങ്കിൽ അത് അറിയപ്പെടാത്തത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ പറയപ്പെടാത്തത്. ഇദാ ലം യുദ്കർ മഅൽ ഫിഅലി ഫാഇലുഹു, ഫിഅലിന്റെ കൂടെ ഫാഇലിനെ പറയില്ല എന്നർത്ഥം, ചെയ്ത ആളെ പറയില്ല. അതാണ് എന്ത് മജ്ഹൂൽ. അപ്പോൾ അത് മനസ്സിലായി. ഫിഅലിന്റെ കൂടെ ഫാഇലിനെ പറഞ്ഞാൽ മഅറൂഫാണ്, അറിയപ്പെട്ടത് എന്നർത്ഥം. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ പറയപ്പെടാത്തത്. അപ്പോൾ ഫിഅലിന്റെ കൂടെ ഫാഇലിനെ പറയപ്പെടാത്തത്. ഉദാഹരണത്തിന് അതിൻ്റെ പദങ്ങൾ, ഓരോ ഫിഅലുകൾ വരൽ ഈ രൂപത്തിലാണ്: ഫഅല, നസറ, കതബ. അതിനെ മജ്ഹൂലാക്കൽ എങ്ങനെയാണ്? ഇതിപ്പം മാദിയാണ്. ഞാൻ മുദാരിയാക്കണമെങ്കിൽ ഫഅല എന്നത് യഫ്അലു, നസറ യൻസുറു, കതബ യക്തുബു. ഇതാണ് മഅറൂഫ്. ഇനി അതിന് നേരെ മജ്ഹൂലാക്കൽ എങ്ങനെ? മാദിയിലാണെങ്കിൽ ആദ്യത്തെ അക്ഷരത്തിന് ഫഅല എന്നതിൽ ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ് കൊടുക്കുക, ഫ ഫു. അവസാനത്തെ മുമ്പുള്ളതിന് കസ്ർ കൊടുക്കുകയും ചെയ്യുക. അവസാനത്തെ മുമ്പുള്ള അക്ഷരം ഐനാണ്, ഐന് കസ്ർ കൊടുക്കുക. അപ്പോൾ ഫു ഇല്ല. ഫഅല എന്നത് ഫഅല എന്നത് ഫു ഇല്ല. നസറ നൂസീറ, അവസാനത്തെ മുമ്പുള്ള സ്വാദാണ്, അതിന് കസ്ർ കൊടുക്കുക, നൂസീറ. കതബ കൂതീബ. മനസ്സിലായില്ലേ? അപ്പോൾ യഫ്അലു എന്നാണെങ്കിൽ, ഇനി മുദാരി ആണെങ്കിൽ അതിനെന്ത് ചെയ്യുക? ആയത്തിന് ലൊമ്മ കൊടുക്കുകയും അവസാനത്തെ മുമ്പുള്ളത് ഫത്ത് കൊടുക്കുകയും ചെയ്യുക. അതാണ് എന്ത് മജ്ഹൂൽ. അത് അവസാനം പറയാം. അപ്പോൾ ഫഅല, നസറ, കതബ, ഇതാണ് മഅറൂഫിന് ഉദാഹരണം. മജ്ഹൂലിന് ഉദാഹരണം ഫുഇല, നുസീറ, കുതിബ. അവസാനത്തെ മുമ്പുള്ളത് കസ്ർ കൊടുത്തു, ആയത്തിന് ലൊമ്മ കൊടുത്തു. ഇനി ഒരു ഉദാഹരണം, ഫിഅലിന്റെ കൂടെ ഫാഇലിനെ പറഞ്ഞാൽ മഅറൂഫാണ് എന്ന് പറഞ്ഞു. ഫിഅലിന്റെ കൂടെ ഫാഇലിനെ പറഞ്ഞാൽ മഅറൂഫ്. ഫറളല്ലാഹു സൗമ, ഫർളാക്കി, നിർബന്ധമാക്കി. ആര് നിർബന്ധമാക്കി? അല്ലാഹു. ആരാ ഫർള്? അസ്സൗമ, നോമ്പ്. നോമ്പിനെ അല്ലാഹു നിർബന്ധമാക്കി. ആരാണ് നിർബന്ധമാക്കിയത്? പ്രവൃത്തി ചെയ്തത് ആരാണ്? അല്ലാഹു. അതാണ് ഫാഇൽ. അതാണ് ഫാഇൽ. ഫറളല്ലാഹു സൗമ. ഇനി അതിനെ മജ്ഹൂലാക്കുമ്പോൾ എന്ത് ചെയ്യും? അല്ലാഹു പ്രവൃത്തി ചെയ്ത ആളെ പറയില്ല, അതാണല്ലോ മജ്ഹൂല്. അപ്പൊ ഇനി എന്ത് ചെയ്യാ? ഫറള സൗമ എന്നാ പറയണ്ടേ? അല്ല, അതിനെ മജ്ഹൂലാക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ആയത്തിന് ലൊമ്മും അവസാനത്തെ മുമ്പ് കസ്ർ കൊടുക്കുക. ഇവിടെ മാദിയാണല്ലോ. ഫറള ഫുരീള, ഫുരീള സൗമ എന്നല്ല, ഫുരീള സൗമു. മഫ്ഊല് തന്നെയാണ്. ആ മഫ്ഊലിനെ ഫാഇലിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇനി ഫാഇലിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് ആ മഫ്ഊലിന് ഇറാബ് ലൊമ്മ് കൊടുക്കുക. ഫുരീള സൗമു, ഫുരീള സൗമു. അതാണ് മജ്ഹൂൽ. അപ്പുറത്ത് ഉദാഹരണം കണ്ടില്ലേ? ഫറളല്ലാഹു സൗമ എന്നതിന്റെ നേരെ ഫുരീള സൗമു. ഇനി നമുക്ക് ചോദ്യം എളുപ്പമാണ്. ഫുരീള സൗമു എന്നതിനെ മഅറൂഫ് ആക്കൽ എങ്ങനെയാണ്?
അപ്പൊ ഇതിനെന്ത് ചെയ്യാ? ഫുരീല എന്നതിന് മഅറൂഫ് ആക്കണം. ഫറള ഫറള സൗമ ഫറള സൗമ ഫത്ത് കൊടുക്കണം. ഫറള സൗമ. അപ്പൊ നോമ്പ് നിർബന്ധമാക്കി. ആരെന്ന് പറയണ്ടേ? ആര്? ഫറളല്ലാഹു സൗമ. ഇവിടെ ഇപ്പൊ നോമ്പ് നിർബന്ധമാക്കിയത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ അത് അള്ളാഹുവിനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി വേറെ ഏത് ഉദാഹരണത്തിന് കതബ മുഹമ്മദുൻ, മുഹമ്മദ് എഴുതി അർ-റിസാലത, എന്തെഴുതി? കത്തെഴുതി. മുഹമ്മദ് കത്തെഴുതി എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഫായിൽ ആരാണ്? മുഹമ്മദാണ്. കതബ മുഹമ്മദുൻ അർ-റിസാലത, കത്തെഴുതി. ഇനി ഇതിനെ മജ്ഹൂലാക്കാണ്. എങ്ങനെ മജ്ഹൂലാക്കലേ? പറഞ്ഞല്ലോ. എങ്ങനെയാണ്? ആലോചിച്ചോക്കി, എങ്ങനെ വരും? കതബ മുഹമ്മദുൻ അർ-റിസാലത എന്നതിനെ മജ്ഹൂലാക്കൽ എങ്ങനെയാണെന്ന് ആലോചിച്ചോക്കി. ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കി. ഞാൻ പറയുന്ന പോലെ തന്നെയാണോ നോക്കുക. കുതിബർ റിസാലത്തു. എങ്ങനെ? കുതിബർ റിസാലത്തു. കതബ മുഹമ്മദുൻ എന്നതിന് ഫായിലിനെ ഒഴിവാക്കി. കുതിബർ റിസാലത്തു, റിസാലത്ത എന്നതിനെ തു എന്നാക്കി. കാരണം ഫായിലിന്റെ സ്ഥാനത്തേക്ക് വന്ന ഇത്, അതിന്റെ പേരാണ് നായിബ് ഫായില് എന്ന് പറയും. എന്ത് പറയും? നായിബ് ഫായില്. ഫായിലിന് പകരം വന്നത് അർത്ഥം. ഫായിലിന് പകരം വന്നത്. അപ്പൊ അതിനെ ഫായിലിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോ അതിന്റെ പേരാണ് നായിബ് ഫായില് എന്ന് പറയും. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പോ ഇനി കുതിബർ റിസാലത്തു എന്ന് പറഞ്ഞു. കുതിബർ റിസാലത്തു, ഇത് മജ്ഹൂലാണല്ലോ. കത്ത് എഴുതപ്പെട്ടു. കതബ മുഹമ്മദുൻ അർ-റിസാലത, മുഹമ്മദ് കത്ത് എഴുതി. കുതിബർ റിസാലത്തു, കത്ത് എഴുതപ്പെട്ടു. ആരാ എഴുതി എന്ന് പറഞ്ഞ ഒരു കത്ത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കത്ത് എഴുതപ്പെട്ടു, കത്ത് എഴുതപ്പെട്ടു. ഇത് മജ്ഹൂലാണ്. ഫായില പറഞ്ഞിട്ടില്ല, അതാണ് മജ്ഹൂല്. ഇങ്ങനെ തന്നിട്ട് പറയാണ് ഇനി മഅറൂഫ് ആക്കണം എന്ന് പറഞ്ഞാലോ. അപ്പൊ ഞാൻ എങ്ങനെ ഇതാ? കുതിബ എന്നതിനെ കതബ. കതബ ഒരാൾ പേര് ചേർത്ത് കൊടുക്കാം. ആരെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കതബ മുഹമ്മദുൻ അർ-റിസാലത, മഫ്ഊലാണ്. അർ-റിസാലത നേരത്തെ വന്നെന്താണ്? നേരത്തെ കുതിബ റിസാലത്തു എന്ന് വരാൻ കാരണം എന്താ? ഫായിലിന്റെ സ്ഥാനത്തേക്ക് വന്നോണ്ടാ. ഇപ്പൊ അതിന്റെ സ്ഥാനത്തേക്ക് ആണ് ഫായിൽ വന്നപ്പോ പിന്നെ എന്ത് ചെയ്തു? അവിടെ ഓരോ തട്ടി നോക്കി മഫ്ഊലിന്റെ സ്ഥാനത്തേക്ക് തന്നെ പോയി. ആര്? അർ-റിസാലത എന്ന്. അപ്പൊ കതബ എന്നതിന്, പിന്നെ കുതിബ എന്നതിനെ കതബ മുഹമ്മദുൻ അർ-റിസാലത. കതബ ഇനി വേണമെങ്കിൽ വേറെ ആരെ വേണം ചേർത്തൊക്കെ. കതബ സയ്യിദുൻ അർ-റിസാലത, കതബ അംറുൻ അർ-റിസാലത. ആരെ പേര് വേണമെങ്കിലും. അല്ലെങ്കിൽ കതബത്തു. കതബത്തു ലമീർ എടുക്ക. കതബത്തു പറഞ്ഞ അർത്ഥം കതബ കതബ കതബു കതബത്ത് കതബത്ത കതബിന കതബത്ത കതബത്തുമ കതബത്തും കതബത്തി കതബത്തുമ കതബത്തുന്ന കതബത്തു കതബിന. കതബത്തു എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. ഇപ്പൊ ഇവിടെ ഫായിൽ ആരാ? ഞാനാണ്. കതബത്തു, ഞാൻ എഴുതി. അർ-റിസാലത, എന്തെഴുതി? കതബത്തു അർ-റിസാലത എന്ന് പറഞ്ഞ ഇവിടെ ഫായിലിനെ കാണില്ലല്ലോ എന്ന് പിന്നെ പറയണ്ട. കാരണം കതബത്തു എന്നതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ലമീർ ഉണ്ട്, അത് ഞാനാണ് അല്ലെ? കതബത്തു. കതബ എന്ന് പറയുമ്പോ ഒരു പക്ഷെ അവിടെ ഇതുണ്ടാവില്ല, ആളുണ്ടാവില്ല. അപ്പൊ കതബ മുഹമ്മദുൻ. കതബത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി ചെയ്യണ്ട, ഇനി ഒരാളെ പേര് പറയേണ്ട ആവശ്യമില്ല. കതബത്തും അർ-റിസാലത. മനസ്സിലാവുന്നുണ്ടല്ലേ? അപ്പൊ അത് ശ്രദ്ധിക്കാം. അപ്പോ ഫറളല്ലാഹു സൗമ ഫുരിദ സൗമു. അപ്പൊ ഞാൻ താഴെ നോക്കി. ഫഅല ഫുഇല. കതബ കുതിബ. കതബ പിന്നെ മഅറൂഫാണ്, കുതിബ മജ്ഹൂലാണ്. ഫഅല ഫുഇല അതിനെ മുളാരി എടുക്കുകയാണ്. ഫഅല എന്നതിന് യഫ്അലു. യഫ്അലു ഇവിടെ മാദിയില്. ഇത് മനസ്സിലാക്കുക, ഇത് പ്രധാനമായിട്ടുള്ള വിഷയമാണ്. ചോദ്യം വരാൻ പിന്നെ സാധ്യത കൂടുതലുള്ള ഇതാണ്. മാദിയിൽ എങ്ങനെയാണ് മജ്ഹൂലാക്കുക? ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ കൊടുക്കുകയും അവസാനത്തെ മുമ്പുള്ളതിന് കസ്ർ കൊടുക്കുകയും ചെയ്യുക. അതേപോലെ തന്നെയാണ് മുളാരി. ചെറിയൊരു മാറ്റം. ആദ്യത്തിന് ലൊമ്മ കൊടുക്കുകയും അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ് കൊടുക്കുകയും ചെയ്യുക. അതാണ് മുളാരി ചെയ്യേണ്ടത്. യഫ്അലു എന്നതിന് യുഫ്അലു ഫത്ത് കൊടുക്കുക. യുഫ്അലു അതിന് ഫത്ത് കൊടുക്കുക. കതബ കുതിബ. യക്തുബു എന്നതിനും പിന്നെ മജ്ഹൂലാക്കൽ എങ്ങനെ? യുക്തബു മജ്ഹൂലാക്കി. അപ്പൊ ഇതാണ് ഈ പാഠം. ഇനി നമുക്ക് പറയാനുള്ളത് അർ-റിഹ്ലത്തു, യാത്ര. രണ്ടാമത്തെ പാഠമാണ്. ഇതിൽ പറയുന്ന വിഷയം മഫ്ഊലും ഫീഹി എന്താണ് എന്നുള്ളതാണ്. അതിന് മുമ്പ് നമുക്കൊരു മഫ്ഊലിനെ കുറിച്ച് പഠിക്കാം. മഫ്ഊലിന് എപ്പോഴും ഇഅ്റാബ് അതിന് ഫത്ഹ ആയിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഫറളല്ലാഹു സൗമ. അള്ളാഹു എന്ന ഫായിലിന് എപ്പോഴും ഇഅ്റാബ് എന്തായിരിക്കും? അതിന്റെ ഹർക്കത്ത് എന്തായിരിക്കും? അവസാനം ലമ്മ ആയിരിക്കും വരിക. എന്നാൽ മഫ്ഊലിന് എപ്പോഴും ഹർക്കത്ത് അവസാനം വരിക ഫത്ഹ ആയിരിക്കും.
അപ്പോൾ ഫറലല്ലാഹു, അല്ലാഹു എന്നതിന് ലൊമ്പ് കിട്ടി, ഫറലല്ലാഹു ഫായിലായതുകൊണ്ട്. അസ്സൗമ എന്നതിന് ഫത്ത് ആണ്, അത് മഫ്ഊലാണ്. അള്ളാഹു നിർബന്ധമാക്കി. ഇപ്പൊ ആ ഉദാഹരണം തന്നെ എന്താണ്? ഫറലല്ലാഹു സൗമ, അള്ളാഹു നിർബന്ധമാക്കി. എന്തിനെ നിർബന്ധമാക്കി, അല്ലെങ്കിൽ ആരെ എന്ന് ചോദിക്കുമല്ലോ. ഇതാണ് മഫ്ഊലും ബിഹി എന്ന് പറഞ്ഞാൽ. മഫ്ഊലും ബിഹി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നസറ മുഹമ്മദുൻ, മുഹമ്മദ് സഹായിച്ചു. ആരെ എന്ന് ചോദിക്കുമല്ലോ. സയ്യിദൻ, സയ്യിദിനെ സഹായിച്ചു. ഇങ്ങനെയുള്ള ഈ രണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതാണ് മഫ്ഊലും ബിഹി എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ അത് സാധാരണ ഒരു മഫ്ഊലാണ് വരിക. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മളെ പാഠത്തിലുണ്ടല്ലോ ഇത്, പിന്നെ ശരിബത്തിഫുലു, 8ാമത്തെ പേജിലുണ്ടല്ലോ, ശരിബത്തിഫുലു, കുട്ടി കുടിച്ചു. എന്താ കുടിച്ചത്? എന്താണ്? അൽ ഹലീബ, ഹലീബ എന്നുള്ളത് പാല്, പാല് കുടിച്ചു. അപ്പൊ ഇതെന്താണ്? മഫ്ഊലും ബിഹിയാണ്. ആരെ എന്തിനെ എന്ന ചോദ്യം വരുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? പിന്നെ മഫ്ഊലും ബിഹി. ഇനി ഈ പാഠത്തിൽ പറയുന്നത് മഫ്ഊലും ഫീഹിയാണ് പ്രധാനമായും. മഫ്ഊലും ഫീഹി എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരാണ് ലർഫ് എന്ന് പറയും. ലർഫ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഇലി ഔ മക്കാനി. ഇതാണ് ഇപ്പൊ ഈ പാഠത്തിൽ ആകെ പ്രധാനപ്പെട്ട വിഷയം. അതൊരു ഇസ്മാണ്, ഒരു പേരാണ്. യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഇലി, പ്രവൃത്തി സംഭവിച്ച സമയത്തിന്റെ മേൽ, പ്രവൃത്തി സംഭവിച്ച സമയത്തിന്റെ മേൽ. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ ഔ മക്കാൻ, അല്ലെങ്കിൽ പ്രവൃത്തി സംഭവിച്ച സ്ഥലത്തിന്റെ മേൽ, പ്രവൃത്തി സംഭവിച്ച സ്ഥലത്തിന്റെ മേലോ അല്ലെങ്കിൽ സമയത്തിന്റെ മേലോ അറിയിക്കുന്ന ഒരു പേരാണ്, ഒരു ഇസ്മാണ് എന്ത്? മഫ്ഊലും ഫീഹി എന്നുള്ളത്. ഉദാഹരണത്തിന് ദഖൽതു ബഗ്ദാദ, നമ്മളെ പാഠത്തിലുണ്ടല്ലോ. ദഖൽതു, ഞാൻ പ്രവേശിച്ചു. ബഗ്ദാദ, ബഗ്ദാദിലേക്ക് പ്രവേശിച്ചു. ലൈലത്തുസ് സബ്തി, ദഖൽതു എന്നുള്ളത് എന്താണ്? ഞാൻ പ്രവേശിച്ചു. ദഖൽതു, ഞാൻ പ്രവേശിച്ചു. അപ്പൊ അവിടെ ഫായിൽ ആരാണ്? ദഖൽതു, ഞാൻ. എവിടെ പ്രവേശിച്ചു? ബഗ്ദാദ, ബഗ്ദാദിൽ പ്രവേശിച്ചു. ഞാൻ ബഗ്ദാദിൽ പ്രവേശിച്ചു. ഇതാണ് എന്ത്? മഫ്ഊലും ബിഹി എന്നുള്ളത്. ഇനി അതിന് ശേഷമുള്ള ഒരു മഫ്ഊൽ കൂടി പറയാണ്. ദഖൽതു ബഗ്ദാദ ലൈലത്തുസ് സബ്തി, ലൈലത്തുസ് സബ്തി, ശനിയാഴ്ച രാത്രി. ശനിയാഴ്ച രാത്രി ഞാൻ എന്ത് ചെയ്തു? ബഗ്ദാദിൽ പ്രവേശിച്ചു. ഇപ്പൊ ഇവിടെ സമയമാണ്, രാത്രി എന്നുള്ളൊരു സമയം. അപ്പൊ ഇതൊരു സമയമാണല്ലേ രാത്രി എന്നുള്ളത്. അപ്പോ സമയത്തിന്റെ മേലോ പ്രവൃത്തി സംഭവിച്ച സമയത്തിന്റെ മേലോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ മേലോ അറിയിക്കുന്ന ഒരു ഇസ്മാണ് എന്ത്? മഫ്ഊലും ഫീഹി എന്നുള്ളത്. ദഖൽതു ബഗ്ദാദ ലൈലത്തുസ് സബ്തി, ശനിയാഴ്ച രാത്രി ഞാൻ ബഗ്ദാദിൽ പ്രവേശിച്ചു. ഇവിടെ നേരെ മറിച്ച് ദഖൽതു ബഗ്ദാദ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബഗ്ദാദിൽ പ്രവേശിച്ചു. അപ്പൊ ഇത് മഫ്ഊലും ബിഹിയാണ്. ലൈലത്തുസ് സബ്തി എന്നും കൂടി പറഞ്ഞപ്പോൾ ലൈലത്ത എന്നുള്ളത് ഒരു സമയമായതുകൊണ്ട് രാത്രി അല്ലെങ്കിൽ പകല്, ഇതൊക്കെ എന്താണ്? ഒരു സമയമാണ്. അപ്പോ ഈ സമയം പറഞ്ഞതുകൊണ്ട് ഇത് മഫ്ഊലും ഫീഹിയാണ്, ലർഫാണ്, ലർഫ് സമാനാണ്. ലർഫ് സമാനുണ്ട്, ലർഫ് മക്കാനുണ്ട്. അഥവാ മഫ്ഊലും ഫീഹില് രണ്ടുണ്ട്, ഒന്ന് സമാനാണ്, ഒന്ന് മക്കാനാണ്. സമാൻ എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ മേൽ അറിയിക്കുന്നത്, മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന്റെ മേൽ അറിയിക്കുന്ന. ഉദാഹരണത്തിന് ജലസ്തു ഇൻദ അഖി, ജലസ്തു ഞാൻ ഇരുന്നു. ഇൻദ അഖി, എൻ്റെ സഹോദരന്റെ അടുത്ത് ഞാൻ ഇരുന്നു. അടുത്ത് എന്നുള്ള ഒരു സ്ഥലമാണ്, സഹോദരന്റെ അടുത്ത് എന്നുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പൊ ആ സ്ഥലം, ആ സ്ഥലത്തെ പറഞ്ഞാൽ അതാണ് ലർഫ് മക്കാൻ എന്ന് പറയും. ഇനി വേറൊരു ഉദാഹരണം നോക്കുക. ലർഫ് സമാനിലെ ത്വലഅ ശംസു, സൂര്യൻ ഉദിച്ചു. ഇവിടെ എന്താണ്? ഫായിലുണ്ട്. ഫായിൽ ആരാണ്? ശംസു, സൂര്യനാണ്. ത്വലഅ ശംസു, ത്വലഅ എന്ന് പറഞ്ഞാൽ ഉദിച്ചു, ശംസു എന്ന് പറഞ്ഞാൽ സൂര്യൻ. ആരാ ഉദിച്ചത്? സൂര്യനാണ്. എന്താ ഉദിച്ചത്? സൂര്യനാണ്. അപ്പൊ ഇതാണ് ഫായിൽ. സ്വബാഹൻ, രാവിലെ, രാവിലെ ഉദിച്ചു. രാവിലെ എന്നുള്ളത് എന്താണ്? രാവിലെ എന്നുള്ളത് എന്താണ്? പ്രഭാതം, ഒരു സമയമാണല്ലോ. അപ്പൊ അത് ലർഫ് സമാനാണ്. അപ്പൊ അത് നമ്മൾ ഓരോന്ന് നോക്കുക. ഇപ്പൊ നമ്മളെ പാഠത്തില് റഹൽതു ഇലാ ബഗ്ദാദ ബുക്കറത്ത യൗമിൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം രാവിലെ എന്ത് ചെയ്തു? ബഗ്ദാദിലേക്ക് ഞാൻ യാത്ര പോയി. വദഖൽതു ബഗ്ദാദ ലൈലത്തുസ് സബ്തി, ഞാൻ ബഗ്ദാദിലേക്ക് രാത്രി, പിന്നെ ശനിയാഴ്ച രാത്രി പ്രവേശിച്ചു. വജലസ്തു ഇൻദ അഖി മജീദ്, എൻ്റെ സഹോദരനായ മജീദിന്റെ അടുത്ത് ഞാൻ ഇരുന്നു. ഇങ്ങനൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അടുത്ത് എന്നുള്ളത് എന്താണ്? അരികെ എന്നുള്ളതൊക്കെ എന്താണ്? ഒരു സ്ഥലമാണല്ലോ.
അപ്പോൾ സ്ഥലത്തിന്റെ മേലിലാണെങ്കിൽ മക്കാൻ എന്ന് പറയും ലർഫ് മക്കാൻ എന്ന് പറയും. സമയത്തിന്റെ മേലിലാണെങ്കിൽ ലർഫ് സമാൻ എന്ന് പറയും. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം കൂടി നോക്കാം. മശൈതു ഖൽഫ അഖി, മശൈതു ഞാൻ നടന്നു. ഖൽഫ അബി എൻ്റെ ഉപ്പയുടെ പിറകിലായിട്ട്, ഉപ്പാന്റെ പിന്നിലായിട്ട് ഞാൻ നടന്നു. ഉപ്പയുടെ പിന്നിൽ എന്നുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പൊ അത് ലർഫ് മക്കാനാണ്. അപ്പൊ ഇങ്ങനെ ഓരോ പദങ്ങൾ നമ്മൾ നോക്കണം. ഇപ്പൊ ലർഫ് സമാന്റെ മറ്റൊരു പദമാണ് ഏത്? സുബാഹൻ രാവിലെ, മസാൻ വൈകുന്നേരം. ഇതൊക്കെ ഒരു സമയമാണല്ലോ. ലൈലൻ രാത്രി, ഷഹ്റൻ മാസം. ഇതൊക്കെ ഒരു മാസം എന്നുള്ള ഒരു സമയമാണല്ലോ. ഇനി ഫൗഖ, ഇന്ദ, വറ, ഇതൊക്കെ എന്താണ്? ഫൗഖറ മുകളിൽ, അതൊരു സ്ഥലമാണ്. മുകളിൽ നിന്നുള്ളൊരു സ്ഥലമാണല്ലോ. ഇപ്പൊ നമ്മളെ പാഠത്തിലുണ്ടല്ലോ, 8ാമത്തെ പാഠത്തില് റഅയ്തുൽ ലഖ്ലഖ, കൊക്കിനെ, കൊക്ക്, കൊറ്റി അല്ലേ? നമ്മളെ പാടത്തൊക്കെ വയലിലൊക്കെ കാണുന്ന കൊക്കുണ്ടല്ലോ. റഅയ്തു ഞാൻ കണ്ടു, അൽ ലഖ്ലഖ ലഖ്ലഖിനെ ഞാൻ കണ്ടു, കൊറ്റിയെ ഞാൻ കണ്ടു. അവിടുത്തെ പക്ഷി ഉണ്ടല്ലോ. അപ്പൊ കൊക്കിനെ ഞാൻ കണ്ടു. എവിടെ? ഫൗഖ ശജറത്തി. ഇപ്പൊ റഅയ്തുൽ ലഖ്ലഖ എന്ന് പറഞ്ഞാൽ മഫ്ഊലും ബിഹി ആയി. ഞാൻ കണ്ടു. ഞാനാ കണ്ടത് ഫായിലാണ്. എന്തിനെ കണ്ടത്? അത് ലഖ്ലഖിനെയാണ്, കൊറ്റിയെയാണ് കണ്ടത്. അവിടെ പറഞ്ഞു നിർത്തിയാൽ അത് മഫ്ഊലും ബിഹി ആയി. അതിന് ശേഷം കൂടിയും പറയാണ് ഫൗഖ ശജറത്തി, മരത്തിന്റെ മുകളിൽ. അപ്പൊ മുകളിൽ എന്നുള്ളത് ഒരു ഒരു സ്ഥലമാണ്. അപ്പൊ ലർഫ് മക്കാനാണ്. ഇതാണ് ഇപ്പൊ ഈ പാഠത്തിൽ ആകെയുള്ള വിഷയം. മഫ്ഊലും ഫീഹി എന്താണെന്നുള്ള. മഫ്ഊലും ഫീഹിക്ക് മറ്റൊരു പേരാണ് ലർഫ്. ആ ലർഫ് എത്ര വിധമാണ്? 2 വിധമാണ്. ലർഫ് സമാന്, ലർഫ് മക്കാന്. ഇതേ ഇപ്പൊ ഈ പാഠത്തിൽ ആകെ പറയുന്ന വിഷയമുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി എന്ത് ചെയ്യുക? ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഏത് വന്നാലും സംഗതി ഇത് തന്നെയാണ്. ലർഫ് സമാന്, ലർഫ് മക്കാന്. സ്ഥലത്തിന്റെ മേൽ അറിയിക്കുന്നെങ്കിൽ ലർഫ് മക്കാനാണ്. സമയത്തിന്റെ മേൽ അറിയിക്കുന്നെങ്കിൽ ലർഫ് സമാനാണ്. ഇതേ ഇപ്പൊ ഈ പാഠത്തിൽ ആകെ പറഞ്ഞിട്ടുള്ള വിഷയം. അതൊന്ന് കുറച്ചൊന്ന് വിശദമായി പറഞ്ഞത് മാത്രം. ഈ പറഞ്ഞ വിഷയം ഈ എഴുതുന്ന ഈ ചാപ്റ്ററിലുള്ള ഈ പ്രധാനപ്പെട്ട ഈ വിഷയം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു ഭാഗത്ത് എഴുതി വെക്കുക. അപ്പൊ ഇനി 3ാമത്തെ പാഠമാണ് സജദ്ന ശുക്റലില്ല. സജദ്ന ഞങ്ങൾ സുജൂദ് ചെയ്തു, ശുക്റലില്ല അള്ളാഹ്ക്ക് ശുക്റായിട്ട്. സജദ്ന എന്ന് പറഞ്ഞു, ഞങ്ങൾ സുജൂദ് ചെയ്തു. എന്തിനാ സുജൂദ് ചെയ്തത്? അത് ശുക്റലില്ല അള്ളാഹ്ക്ക് നന്ദിയായിട്ടാണ്. ഇപ്പൊ തന്നെ ഈ പാഠത്തിൽ നിന്ന് ഇതന്നെ നമുക്ക് മനസ്സിലായി. സജദ്ന ഞങ്ങൾ സുജൂദ് ചെയ്തു എന്തിനാണ് എന്ന് ചോദിക്കുമ്പോ ആ കാരണം വ്യക്തമാക്കാണ്. ശുക്റലില്ല അള്ളാഹ്ക്ക് ശുക്റായിട്ട് ഞങ്ങൾ സുജൂദ് ചെയ്തു. ഇതാണ് ഈ പാഠത്തിൽ പറഞ്ഞ വിഷയം. അത് പറഞ്ഞ നേരത്തെ പറഞ്ഞു മഫ്ഊലും ഫീഹിയാണ്. അതിന് മുമ്പ് മഫ്ഊലും ബിഹിയാണ്. ഈ 2 പറഞ്ഞു. ഇനി ഈ പാഠത്തിൽ പറയുന്നത് മഫ്ഊലുൽ ലഹു എന്താണ് എന്നുള്ളതാണ്. മഫ്ഊലുൽ ലഹു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ സജദ്ന ഞങ്ങൾ സുജൂദ് ചെയ്തു, എന്തിനാ സുജൂദ് ചെയ്ത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാരണം വ്യക്തമാക്കാൻ വേണ്ടി വ്യക്തമാക്കുകയാണ്. ആ ഒരു വിഷയമാണ് ഇത് മഫ്ഊലുൽ ലഹു എന്നുള്ളത്. തുബയ്യിനു സബബ വുഖൂഇൽ ഫിഇലി അല്ലദീ ഖബലഹ. ഇനി കൂടുതൽ വിശദീകരിക്കൂല, അതിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുകയാണ്. തുബയ്യിനു സബബ വുഖൂഇൽ ഫിഇലി അല്ലദീ ഖബലഹ, മുമ്പുള്ള ഒരു പ്രവൃത്തി സംഭവിച്ച കാരണം വ്യക്തമാക്കുന്നതിനെയാണ് മഫ്ഊലുൽ ലഹു എന്ന് പറയാം. ഉദാഹരണം, മുമ്പുള്ള പ്രവൃത്തി സംഭവിച്ച പ്രവൃത്തി ഇപ്പൊ ഉണ്ടായല്ലോ, സുജൂദ് ചെയ്തല്ലോ. നേരത്തെ പറഞ്ഞ ഹെഡിങ്ങിൽ തന്നെ പറഞ്ഞു സജദ്ന സുജൂദ് ചെയ്തു. അപ്പൊ ഈ സുജൂദ് ചെയ്തു എന്ന പ്രവൃത്തി അതിന്റെ എന്തിനാണ് ഈ സുജൂദ് ചെയ്തത്? അതിന്റെ ആ കാരണം വ്യക്തമാക്കുന്നു. ശുക്റലില്ല, ശുക്റൻ എന്നതിന് നെസ്ബ് കിട്ടി, ഫത്ത് കിട്ടി. അപ്പൊ ഇത് മഫ്ഊലുൽ ലഹു ആണ് എന്നർത്ഥം. സജദ്ന എന്നതിന്റെ ഞങ്ങൾ സുജൂദ് ചെയ്തു എന്നതിന്റെ കാരണം വ്യക്തമാക്കുന്നു. അള്ളാഹ്ക്ക് നന്ദിയായിട്ടാണ് ഞങ്ങൾ സുജൂദ് ചെയ്ത്. എന്തിനാ ഓൻ അടിച്ചത്? ഓൻ പറഞ്ഞാൽ കേൾക്കാത്തോണ്ടാണ്. മനസ്സിലായോ? നീ എന്തിനാ ഓൻ അടിച്ചതെന്ന് ചോദിച്ചാൽ ഓൻ പറഞ്ഞാൽ കേൾക്കാത്തോണ്ടാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതാണ് കാരണം വ്യക്തമായി. ഇതാണ് സംഗതി മഫ്ഊലുൽ ലഹു എന്താണെന്നുള്ളത്. ഇങ്ങനെ ഓരോ ഉദാഹരണം പറയാതെ മാത്രം. മഫ്ഊലും ബിഹി നേരത്തെ അതിന്റെ ഒരു ഫസ്റ്റത്തെ കോളത്തിൽ നോക്കി. ശരിബത്ത് തിഫുലു അൽ ഹലീബ. ശരിബത്ത് തിഫുലു ഇത് ഈ പാഠത്തിലില്ല എങ്കിലും നമ്മൾ നോക്കുക. മഫ്ഊലും ബിഹി ഉണ്ട്, അതുപോലെ തന്നെ മഫ്ഊലും ഫിഹി പറഞ്ഞു. ഫിഹി എന്ന് പറഞ്ഞാൽ ഒന്നിൽ, ഒരു സംഗതിയിൽ, ഒരു സമയത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൽ. ഇതാണ് മഫ്ഊലും ഫിഹി. മഫ്ഊലും ബിഹി എന്ന് പറഞ്ഞാൽ ആരെ എന്തിനെ എന്ന് പറയുന്നതാണ് എന്ത്? മഫ്ഊലും ബിഹി. ശരിബത്ത് തിഫുലു അൽ ഹലീബ, കുട്ടി പാല് കുടിച്ചു. എന്തിനേന്ന് കുടിച്ചു? എന്താണ് കുടിച്ചത് ചോദിക്കുമല്ലോ. നവ്വറൽ ഖാദിമു അൽ മിസ്ബാഹ, ഖാദിമ് എന്ത് ചെയ്തു? പ്രകാശിപ്പിച്ചു. മിസ്ബാഹ് വിളക്ക് അല്ലെങ്കിൽ ബൾബ്, ട്യൂബ്, ഇതൊക്കെ എന്ത് ചെയ്തു?
പിന്നെ പ്രകാശിപ്പിച്ചു. എന്തിനെയെന്ന് ചോദിച്ചല്ലോ. ലറബ സെയ്ദുൻ അമ്രൻ, സെയ്ദ് അടിച്ചു. ആരെ എന്തിനെ എന്നുള്ളതാണ് മഫ്ഊലും ബിഹി. എന്തിൽ ഏതിൽ എന്നുള്ളതാ. പിന്നെ സമയത്തിൽ അല്ലെങ്കിൽ സ്ഥലത്ത് ഇതിനെ പറയുന്നതാണ് ലർഫ് എന്ന് പറയാ. ലർഫ് സമാനും ലർഫ് മക്കാനും അഥവാ മഫ്ഊലും ഫീഹി. മഫ്ഊലും ബിഹി, മഫ്ഊലും ഫീഹി, മഫ്ഊലുൻ ലഹു. എന്തിനു വേണ്ടിയാണ് ഒരു കാരണം പറയാം. ആ കാരണമാണ് മഫ്ഊലുൻ ലഹു എന്നുള്ളത്. ഉദാഹരണം മഫ്ഊലുൻ ലഹുവിന്റെ കളിയിൽ നോക്കി. ലറബൽ വാലിദു വലദഹു, ഉപ്പ അടിച്ചു. വലദഹു, തന്റെ കുട്ടിയെ ഉപ്പ അടിച്ചു. അടിച്ച കാരണം പറയാണ്. എന്താ കാരണം? അപ്പൊ അവിടെ ലറബ എന്ന ഫീല്, ആ ഫീലിന്റെ കാരണം പറയുന്നു. മുമ്പുള്ള ഒരു പ്രവൃത്തി, ആ ഫീലിന്റെ അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ കാരണം വ്യക്തമാക്കുന്നു, വിശദീകരിക്കുന്നു. അതാണ് മഫ്ഊലുൻ ലഹു. ലറബൽ വാലിദു വലദഹു, ഉപ്പ കുട്ടിയെ അടിച്ചു. തഅദീബൻ, അദബ് ഉണ്ടാകാൻ വേണ്ടി, അദബ് പഠിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കുട്ടിയെ അടിച്ചു. ജാഅൽ ഉസ്താദു ഫഖുംന, ജാഅൽ ഉസ്താദ്, ഉസ്താദ് വന്നു. ഫഖുംന, അപ്പൊ ഞങ്ങൾ നിന്നു. ഉസ്താദ് വന്നു, ഞങ്ങൾ നിന്നു. അപ്പൊ എന്തിനാ നിന്ന്? എന്തിനാ ഉസ്താദ് വന്നപ്പോ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ. എന്താ കാരണം? ഈ ജിലാലല്ലോ, ഉസ്താദിനെ ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട് ഞങ്ങൾ നിന്നു. ഉസ്താദിനെ ബഹുമാനിച്ചിട്ട്, അപ്പൊ നിന്ന കാരണം പറയാണ്. എന്താ നിൽക്കാനുള്ള കാരണം എന്താണ്? അത് ഉസ്താദിനെ ബഹുമാനിച്ചുകൊണ്ടാണ്. ജാഅൽ അബൂ ഫഖുംന, ഉപ്പ വന്നു, അപ്പൊ ഞങ്ങൾ നിന്നു. എന്താ കാരണം? ഇജ്ലാലല്ലഹു, ഉപ്പയെ ബഹുമാനിച്ചുകൊണ്ട്. ജാഅൽ ഉമ്മു ഫഖുംന, അപ്പൊ ഞങ്ങൾ നിന്നു അല്ലെ. ജാഅത്തിൽ ഉമ്മു, ഉമ്മ എന്ത് ചെയ്തു? വന്നു. ഫഖുംന ഇജ്ലാലല്ലഹു, അപ്പൊ ഞങ്ങൾ നിന്നു. നിന്ന കാരണം പറയാണ്. ഇനി നശർത്തു ശംസിയത്ത, വേറെ ഉദാഹരണം കൂടി നോക്കി. നശർത്തു ശംസിയത്ത, കുട ഞങ്ങൾ നിവർത്തി. കുട നിവർത്തി. എന്താ കുട എന്താ നിവർത്താൻ കാരണം? ഖൗഫം മിനൽ ബലലി, നനയുമോ എന്ന് പേടിച്ചിട്ട്. എന്തിനാ കുട നിവർത്തിയത് എന്തിനാ ചോദിക്കുമ്പോ ആ കാരണം പറയാണ്. കാരണം മഴയാണ്, നല്ല ശക്തമായ മഴയാണ്. അപ്പൊ ഖൗഫം മിനൽ ബലലി, നനയുമോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ കുട നിവർത്തി. അപ്പൊ ഇങ്ങനെ കാരണം വ്യക്തമാക്കുന്നു എങ്കിൽ ഇതാണ് മഫ്ഊലുൻ ലഹു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബാക്കിയുള്ള ഓരോ ഉദാഹരണങ്ങൾ പാഠത്തിലുള്ളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. ഏത് വന്നാലും മഫ്ഊലുൻ ലഹു ഏതാന്ന് വേർതിരിയാൻ നമുക്ക് സാധിക്കണം. കാരണം വ്യക്തമാക്കുമെങ്കിൽ മഫ്ഊലുൻ ലഹു ആണ്. അല്ലെങ്കിൽ ഒരു സമയത്തെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ സൂചിപ്പിക്കുന്നുവെങ്കിൽ മഫ്ഊലുൻ ഫീഹി ആണ്, ലർഫാണ്. ആരെ എന്തിനെ എന്ന ചോദ്യം വരുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? മഫ്ഊലുൻ ബിഹി. അപ്പൊ ഇത് മൂന്ന് വന്നാലും വേർതിരിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി നാലാമത്തെ പാഠം സ്വല്ലൈതു റക്അത്തൈനി. സ്വല്ലൈതു, ഞാൻ നിസ്കരിച്ചു. റക്അത്തൈനി, രണ്ട് റക്അത്ത് ഞാൻ നിസ്കരിച്ചു. ഇവിടെ ഈ പാഠത്തിൽ നമ്മളിപ്പോ മൂന്ന് മഫ്ഊലിനെ പറ്റി പറഞ്ഞു. മഫ്ഊലുൻ ബിഹി, മഫ്ഊലുൻ ഫീഹി, മഫ്ഊലുൻ ലഹു. ഇനി മഫ്ഊലുൻ മുത്ലഖ്, അൽ മഫ്ഊലുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ മസ്ദറുൻ ദുകിറ ബഅദ ഫിഅലിഹി ലിബയാനി നൗഇൽ ഫിഅലി ഔ ലിതൗകീദിൽ ഫിഅലി ഔ ലിബയാനി അദദിഹി. ഈ പാഠത്തിൽ മൂന്ന് വിഷയമാണ് പറയുന്നത്. മസ്ദർ ദുകിറ ബഅദ ഫിഅലി, പിന്നെ മസ്ദറുൻ ദുകിറ ബഅദ ഫിഅലിഹി ലിബയാനി നൗഇൽ ഫിഅലി. ഇത് വരിക പിന്നെ ഒന്നെങ്കിൽ പ്രവൃത്തിയുടെ ഇനം വിശദീകരിക്കാൻ വേണ്ടി വരും, ആ ഒരു മഫ്ഊലാണ്. അല്ലെങ്കിൽ പ്രവൃത്തിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി വരും, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ എണ്ണം വിശദീകരിക്കാൻ. അപ്പോൾ പ്രവൃത്തിയുടെ എണ്ണം വിശദീകരിക്കാനോ പ്രവൃത്തിയെ ശക്തിപ്പെടുത്താനോ പ്രവൃത്തിയുടെ ഇനം, ആ രൂപം വിശദീകരിക്കാനോ ഇങ്ങനെ ഒക്കെ പറയുമ്പോൾ അതിന്റെ പേരാണ് മഫ്ഊൽ മുത്ലഖ്. മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്നിൽ ഏത് വന്നാലും മഫ്ഊൽ മുത്ലഖ് ആണെന്ന് അർത്ഥം. ഏത് വന്നാലും പ്രവൃത്തിയുടെ ഇനം വിശദീകരിക്കാൻ വേണ്ടി വന്നാലും പ്രവൃത്തിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാലും പ്രവൃത്തിയുടെ എണ്ണം വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞാലും ഒക്കെ മഫ്ഊൽ മുത്ലഖ് ആണെന്ന് അർത്ഥം. അപ്പൊ നമുക്കൊന്ന് ഉദാഹരണം നോക്കുക. ലി ബയാനി നൗഇൽ ഫീലി, ഫീലിന്റെ ഇനം വിശദീകരിക്കാൻ. ലാ തഖഉദ്, നീ ഇരിക്കരുത്. ഖുഊദൽ കൽബി, നായയുടെ ഇരുത്തം, നായ ഇരിക്കുന്ന പോലെ ഇരിക്കരുത് എന്നർത്ഥം. അപ്പൊ നീ ഇരിക്കരുത്, അതിന്റെ രൂപം വിശദീകരിക്കണം. എങ്ങനെ? നായയുടെ ഇരുത്തം പോലത്തെ ആ ഒരു പിന്നെ രൂപം ഉണ്ടല്ലോ, ആ ഇരുത്തം പോലത്തെ ഇരുത്തം നീ ഇരിക്കരുത്. അപ്പൊ ഇവിടെ ലാ തഖഉദ് ഖുഊദ അൽ കൽബി, ഖുഊദൽ കൽബി, നായയുടെ ഇരുത്തം. ഖുഊദ എന്നുള്ളതാണ് മഫ്ഊൽ. ആ മഫ്ഊൽ എന്താണ്? മഫ്ഊൽ മുത്ലഖ് ആണ്. കാരണം എന്താണ്? അതിന്റെ മുമ്പുള്ള ലാ തഖഉദ്, നീ ഇരിക്കരുത് എന്ന് പറഞ്ഞല്ലോ.
നീ ഇരിക്ക്, നീ ഇരിക്ക്, ഖുഊദൽ ഖൽബി, നാ ഇരിക്കുന്നത് പോലെ നീ ഇരിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പൊ എന്താണ് ആ ഇരുത്തം എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് പറയാണ്. ഇവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞ് ഇരിക്കരുത് എന്ന് പറഞ്ഞാലും ഇരിക്കണം എന്ന് പറഞ്ഞാലും ഒക്കെ സംഗതി ഒന്നാണ്. അതിന്റെ ആ പിന്നെ മുമ്പുള്ള ഒരു പ്രവൃത്തി ചിലപ്പോൾ ഒരു പക്ഷേ മംഫി ആകാം, അല്ലെങ്കിൽ മുസ്ബത്താകാം. പ്രവൃത്തി സംഭവിച്ച് ലറബ എന്ന് പറഞ്ഞു, അടിച്ചു, മാ ലറബ അടിച്ചിട്ടില്ല. അപ്പോ ഞാൻ അടിച്ചാലും അടിച്ചിട്ടില്ലെങ്കിലും അത് സംഗതി പ്രവൃത്തിയാണല്ലോ. അപ്പോ ആ ഒരു പ്രവൃത്തി ലാ തഖൂദ്, നീ ഇരിക്കരുത്, ഖുഊദൽ കൽബി, നായുടെ ഇരുത്തം. അപ്പൊ മുമ്പുള്ള ഈ ഇരുത്തം അതിന്റെ രൂപം വിശദീകരിക്കാണ്. അതാണെന്ത് മഫ്ഊൽ മുത്ലഖ്. കാരണം അതിന്റെ ഇനം വിശദീകരിക്കാനാണ്. ഇനി അടുത്ത് പ്രവൃത്തിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി വരും. അതാണെന്ത് ലറബ്തുഹു, ഞാൻ അവനെ അടിച്ചു, ലറബൻ, ഒരു ശക്തിയായ ഒരു അടി. അപ്പൊ ഇവിടെ ശക്തിയായ ഒരു അടി എന്നുള്ളത് എന്താണ്? അപ്പൊ ഇതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു ശക്തമായ ഒരു അടിയാണ് അടിച്ചു. ലറബ്തു എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ എന്ത് ചെയ്തു? ലറബ്തുഹു, ഞാൻ അവനെ അടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്തു? സംഗതി മനസ്സിലായി. പക്ഷെ ആ പിന്നെ പ്രവൃത്തി എങ്ങനത്തെ പ്രവൃത്തിയായിരുന്നു? ലർബൻ, ഒരു ശക്തമായ ഒരു അടിയാണ് അടിച്ചു. ശക്തമായ ഒരു അടിയാണ്ട് അടിച്ചു പറഞ്ഞാൽ അപ്പൊ എന്താണ്? ആ പ്രവൃത്തിയുടെ ശക്തി, ആ പ്രവൃത്തിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. അതാണെന്ത് മഫ്ഊൽ മുത്ലഖ്. അടുത്ത ഏതാണ്? ലി ബയാനി അദദിൽ ഫിഅലി, ഫിഅലിന്റെ എണ്ണം വിശദീകരിക്കാന്. ഇതും മഫ്ഊൽ മുത്ലഖിനെയാണ്. ഉദാഹരണത്തിന് സജത്തു, ഞാൻ സുജൂദ് ചെയ്തു, സജദത്തൈനി, 2 സുജൂദ്. സജത്തു, ഞാൻ സുജൂദ് ചെയ്തു, സജദത്തൈനി, 2 സുജൂദ് ചെയ്തു. സജത്തു, ഞാൻ സുജൂദ് ചെയ്തു. അപ്പൊ അതിന്റെ എണ്ണം വിശദീകരിക്കണം. എത്രയാണ്? സജദത്തൈനി, നേരത്തെ ഹെഡിങ് പറഞ്ഞല്ലോ. റകഅത്തു അൽ സല്ലൈതു, ഞാൻ നിസ്കരിച്ചു. റകഅത്തൈനി, ഞാൻ നിസ്കരിച്ച എത്ര? അതിന്റെ എണ്ണം വിശദീകരിക്കാണ്. 2 റകഅത്താണ് ഞാൻ നിസ്കരിച്ചത്. റകഅത്തു, ഞാൻ റുക്കൂ ചെയ്തു. റകഅത്തൻ, അവിടെ സാധാരണ നമ്മൾ റുക്കൂ ഒന്നല്ലേ ചെയ്യുള്ളൂ. അപ്പോ പിന്നെ സല്ലൈതു റകഅത്തൈനി, ഞാൻ 2 റകഅത്ത് നിസ്കരിച്ചു. അപ്പൊ ഇവിടെ ഈ പിന്നെ പ്രവൃത്തിയുടെ എണ്ണം വിശദീകരിച്ചു. ഇനി എണ്ണം വിശദീകരിച്ചാലും പ്രവൃത്തിയെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ പ്രവൃത്തിയുടെ രൂപം വിശദീകരിച്ചാലും മൂന്നും എന്ത് തന്നെയാണ്? മഫ്ഊൽ മുത്ലഖാണ്. അപ്പൊ മഫ്ഊൽ മുത്ലഖ്, മഫ്ഊലും ഫീ, പിന്നെ ഒന്ന് ഫസ്റ്റ് പറഞ്ഞത് മഫ്ഊലും ബിഹി, ആരെ എന്തിനെ എന്നുള്ളതാണ് മഫ്ഊലും ബിഹി. അതുപോലെ തന്നെ മഫ്ഊലും ഫീ എന്ന് പറഞ്ഞാൽ ലർഫ് സമാന്, ലർഫ് മക്കാന്, പ്രവൃത്തി സംഭവിച്ച സ്ഥലത്തെയോ പിന്നെ സമയത്തെയോ സൂചിപ്പിക്കുന്നെങ്കിൽ അതാണെന്ത് ലർഫ്. പിന്നെ അതുപോലെ തന്നെ ലർഫ് എന്ന് പറഞ്ഞാൽ മഫ്ഊലും ഫീ. പിന്നെ പറഞ്ഞത് മഫ്ഊലുൽ ലഹു, പിന്നെ എന്ത് കാരണത്താലാണ് പിന്നെ പ്രവൃത്തി സംഭവിച്ചതെന്നുള്ളതാണ് ഈ പാഠത്തിൽ പറഞ്ഞത്. മഫ്ഊൽ മുത്ലഖ്, മഫ്ഊൽ മുത്ലഖ് 3 രൂപം പറഞ്ഞു. ഇനി അടുത്ത പാഠം. അപ്പൊ ഇതിൽ നിന്ന് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഏത് പിന്നെ പല ഉദാഹരണങ്ങൾ തന്നാലും അതിന്റെ അർത്ഥം ഇങ്ങനെ നോക്കുക. അർത്ഥം നോക്കിയിട്ട് ഇത് ഏത് വിഭാഗത്തിലാണ് പെടുക എന്നുള്ളത് നമ്മൾ നോക്കുക. മഫ്ഊൽ ഏത് വന്നാലും ഇഅ്റാബ് നസ്ബ് ആയിരിക്കും, ഫത്ഹ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ 4 മഫ്ഊലുകളെ പറ്റി പറഞ്ഞു. മഫ്ഊലും ബിഹി, മഫ്ഊലും ഫീഹി, മഫ്ഊലുൽ ലഹു, മഫ്ഊലുൽ മുത്ലഖ്. അപ്പൊ അത് 4 എന്ത് ചെയ്യുക? ഒരു ഭാഗത്ത് എഴുതി വെക്കുക. അത് 4 എന്താന്ന് നമ്മൾ മനസ്സിലാക്കിക്കുക. അത് മനസ്സിലായാൽ തന്നെ പാഠം മനസ്സിലായി. പിന്നെ ഇനി 5ാമത്തെ പാഠ് മക്കത്തു വൽ മദീന, മക്കയും മദീനയും. ഇത് ആ പാഠത്തിന് മുമ്പ് പഠിച്ച ആ പാഠത്തിനോട് യോജിച്ച പാഠമല്ല. എന്ന് പറഞ്ഞാൽ പിന്നെ മഫ്ഊലിന്റെ വിഷയമല്ല. അപ്പോ മക്കത്തു വൽ മദീന, മക്കയും മദീനയും. അൻവറും ഞാനും, അല്ലെങ്കിൽ അൻവറും മുഹമ്മദുൻ, ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയല്ലോ. ആൻഡ് ഉപയോഗിച്ച് ഇംഗ്ലീഷിലൊക്കെ പറയല്ലോ. ഇതാണ് സംഗതി. ഇതുപോലെയുള്ള ഒരു സംഗതികളാണ് ഇപ്പൊ ഈ പാഠത്തിൽ പറയുന്നത്. ആത്തിഫ് ചെയ്യാന്ന് പറയും, ഒന്നിനോട് ചേർത്തി പറയാം അല്ലേ? മക്കയും മദീനയും. അപ്പൊ ഇങ്ങനെ ചേർക്കുന്ന പദങ്ങൾ 10 എണ്ണമുണ്ട്. നമ്മളെ പാഠത്തിലുണ്ടല്ലോ. ഔ, ബൽ, ഹത്ത, ഫാഉൻ, വാവുൻ, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ല. ഉദാഹരണത്തിന് മക്കത്തു വൽ മദീനത്തു. ഇതാണ് നമ്മളെ പാഠത്തിന്റെ ഹെഡിങ്. അതിന്റെ താഴെ നോക്കി, മക്കത്തു വൽ മദീനത്തു. മക്കത്തു എന്ന് പറഞ്ഞപ്പോ ഈ പാഠത്തിൽ പറയുന്ന വിഷയം മുമ്പുള്ളതിന്റെ ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ ഫത്ത് ആണെങ്കിൽ ഫത്ത്, ലം ആണെങ്കിൽ ലം, ഗസർ ആണെങ്കിൽ ഗസർ. മുമ്പുള്ളതിന് എന്താണോ അതേപോലെ ആയിരിക്കും ഈ അക്ഷരങ്ങളൊക്കെ വന്നാൽ വരിക. ഈ 10 അക്ഷരങ്ങൾ വന്നാൽ മുമ്പുള്ള, ഉദാഹരണത്തിന് വാ വന്നാൽ അല്ലെങ്കിൽ പിന്നെ ഫ വന്നാൽ ഇതിന് മുമ്പ് ഏത് പിന്നെ ഹർക്കത്തായിരുന്നു അതുപോലെ തന്നെയായിരിക്കും ശേഷമുള്ളത്. നമുക്ക് വിശദമായിട്ട് പിന്നീടൊക്കെ പഠിക്കാം. ഇപ്പൊ ഇതെന്താണ് വിഷയം, ഒന്ന് സൂചിപ്പിക്കാന്ന് മാത്രം. മക്കത്തു വൽ മദീനത്തു. മക്കത്തു എന്ന് പറഞ്ഞപ്പോ
അവിടെ എന്ത് ചെയ്യും? പിന്നെ ലൊമ്മാണ് മക്കത്തു. ഇനി ശേഷമുള്ളത് വൽ മദീനത്തു എന്ന് തന്നെ പറയണം. അതാണ് ഇപ്പൊ നമ്മളെ പാഠം. വൽ മദീനത്തി എന്ന് പറയാൻ പറ്റൂല എന്നർത്ഥം, അല്ലെങ്കിൽ വൽ മദീനത്ത എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? മുമ്പുള്ള മക്കത്തു എന്നതിന് ലൊമ്മാണ്. മക്കത്തു വൽ മദീനത്തു. അപ്പൊ ഇനി ഇതുപോലെ തന്നെയായിരിക്കും ബാക്കിയുള്ള ഏത് വന്നാലും. അപ്പോ ഇങ്ങനെയുള്ള പദം എന്ന് പറഞ്ഞാൽ മക്കത്തു വൽ മദീനത്തു. ഇപ്പൊ നമ്മളെ പാഠത്തിൽ പറയുന്ന ആകെ വിഷയം ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടാണ്, ഇത് ആരാ ചെയ്തത്? ഇങ്ങനെ ഈ ലൊമ്മ് ചെയ്ത ആരാണ്? ശേഷമുള്ളതിന് ലൊമ്മ് ചെയ്തത് ആ ചെയ്യുന്ന പണി എടുക്കുന്ന ആളാണ്. ആര്? വ, അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ ഓരോ ഹർഫുകളും അതിൽപ്പെട്ടതാണ്. വ, ബൽ, ഹത്ത, ഫാഉൻ, വാവുൻ, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ല. ഇതാണെന്ത്? ഈ ഈ ഹർഫുകളൊക്കെ വന്നാൽ ശേഷമുള്ളതിന് മുമ്പുള്ളതിന് നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. മക്കത്തു എന്ന് പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഇത് ചെയ്യുന്ന ആളാരാ? വാവാണ്. വാവിനെ നേരെ നോക്കി അതിന്റെ പേരാണ് ആത്തിഫ് എന്ന് പറയും. അതിന്റെ പേരാണ് ആത്തിഫ്. അതിന്റെ അപ്പോ ശേഷമുള്ളത് മദീനത്തു, അത് മഅതൂഫാണ്. ഇത് ആത്തിഫാണ്, ഇത് മഅതൂഫാണ്. അത് മനസ്സിലാക്കി വെക്കുക. ഈ അക്ഷരങ്ങൾ മുഴുവനും എന്താ വരിക? ആത്തിഫാണ് വരിക. അതിന് ശേഷമുള്ളത് മഅതൂഫാണ്. ഏതിലേക്കാണ് ആത്തിഫ് ചെയ്തത്? അതാണ് മഅതൂഫുൻ അലൈഹി. ഏതിലേക്ക്, എവിടെ നോക്കിയിട്ടാ ചെയ്തത്? ഇവിടെ തു മദീനത്തു എന്ന് പറയാൻ കാരണം എന്താ? ഇതിന് മുമ്പുള്ള തു മക്കത്തു എന്നതിലെ തു നോക്കിയിട്ടാണ്. അപ്പൊ അതിന്റെ പേരാണ് മഅതൂഫുൻ അലൈഹി എന്ന് പറയും. അപ്പൊ ഈ ഘടന നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആ ചാർട്ടിലേക്ക് നോക്കുക. അതുപോലെ തന്നെ ഞാൻ അടുത്ത ഉദാഹരണം നോക്കുക. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ. ഇവിടെ ഏതാ പദം വന്നത്? ഏത് അർഫ വന്നത്? ഔ എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചല്ലോ. ഔ, ബൽ, ഹത്ത എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഔ, കുൻ ആലിമൻ, നീ ആലിമാകണം, നീ ആലിമാകണം, പണ്ഡിതനാകണം. ഔ, അല്ലെങ്കിൽ പിന്നെ ആരാകണം? മുതഅല്ലിമൻ, മുതഅല്ലിമാകണം. ഇവിടെ നമ്മളെ വിഷയം ഇപ്പൊ എന്താണ്? മുതഅല്ലിമൻ എന്നതിന് ആത്തിഫ് ചെയ്ത് പിന്നെ എവിടെ നോക്കിയിട്ടാണ് ആത്തിഫ് ചെയ്ത്? ആലിമൻ എന്നതിലേക്കാണ്. മനസ്സിലായില്ലേ? ആലിമൻ എന്നതിന് തൻവീൻ ഫത്ത് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? മുതഅല്ലിമൻ എന്ന് പറഞ്ഞു. മുതഅല്ലിമുൻ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂല. കാരണം മുമ്പുള്ളതിന് ഇഅ്റാബ് എന്താണോ അത് തന്നെയാണ് ഈ അവസാനത്തിലും വരേണ്ടത്. ഔ വന്നതാണ്. അപ്പൊ ആ ഔ എന്നതാണ്, അതിന്റെ പേരാണ് ആത്തിഫ് എന്ന് പറയാം. അതിനുശേഷമുള്ള മുതഅല്ലിമ എന്നുള്ളത് മഅതൂഫാണ്. ഏതിലേക്കാണ് നോക്കിയിട്ടാണ്, ഏതിലേക്കാണ് ആത്തിഫ് ചെയ്തത്? ആലിമൻ, കുൻ ആലിമൻ. അപ്പൊ അതിന്റെ പേരാണ് മഅതൂഫുൻ അലൈഹി. ആ ഘടന മനസ്സിലായല്ലോ. വാവ് ഹർഫ് ഹാത്തിഫാണ്, അതിനുശേഷം മഅതൂഫാണ്. ഏതിലേക്കാണ് ചെയ്തത്? മഅതൂഫുൻ അലൈഹി ആണ്. അപ്പൊ ഈ പാഠത്തിൽ ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഏത് ഉദാഹരണം വന്നാലും സംഗതി തന്നെയാണ്. ഇനി ബൽ വന്നാലും, ഹത്ത വന്നാലും, ഫാ വന്നാലും, വാ വന്നാലും, ലാക്കിൻ വന്നാലും, സുമ്മ വന്നാലും, അം വന്നാലും, ഇമ്മ വന്നാലും, ലാ വന്നാലും ഒക്കെ തന്നെ. നേരെ മേലെ കണ്ടില്ലേ ഒരു വ, ഫ, സുമ്മ. അത് പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്യാവുന്ന ജസ്റ്റ് പിന്നെ പാഠവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഒന്ന് എഴുതിക്കോളി. പിന്നെ വാ എന്ന് പറഞ്ഞാൽ കൂടെ വരുന്നതിനാണ് മക്കത്തു. ഞാനും അവനും വന്നാൽ, ഞാനും അവനും എന്ന് പറഞ്ഞാൽ രണ്ടാളും ഒപ്പം നടത്തും. ഇനി ഞാൻ വന്നു, തൊട്ട് പിന്നിലായിട്ട് ആര് വന്നു? അപ്പോഴാണ് ഫ ഉപയോഗിക്കൽ. സുമ്മ വന്നാൽ ഞാൻ വന്നു, പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഓൻ വന്നാൽ അതിന്റെ പേരാണ് എന്ത്? സുമ്മ. അപ്പൊ തൽക്കാലം അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. അപ്പോ ഈ 10 അക്ഷരങ്ങൾ, എത്ര അക്ഷരങ്ങളുണ്ട്? ഹർഫുകളുണ്ട്, 10 ഹർഫുകളുണ്ട്. ഈ ഹർഫുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് എന്ത്? ആത്തിഫിന്റെ ഹർഫുകൾ. ആ പാട്ട് പഠിച്ചാൽ മതി. പാട്ട് പഠിച്ചാൽ തന്നെ ഇത് തന്നെ ഉണ്ടാവും. ഹുറൂഫു ആതിഫിൻ അവബൽ ഹത്ത വഫാ വഹും വലാകിൻ സുമ്മ അം ഇമ്മ വലാ. ഒന്ന് പാടി നോക്കി. ഹുറൂഫു ആതിഫിൻ അവബൽ ഹത്ത വഫാ വഹും വലാകിൻ സുമ്മ അം ഇമ്മ വലാ. ഈ പാട്ട് പഠിച്ചാൽ എന്താണ്? ഹുറൂഫു ആതിഫിൻ, ആതിഫിന്റെ ഹർഫുകൾ. ഔ, പിന്നെ ബൽ ആണ്, ഹത്തയാണ്, ഫ ആണ്. ഫ ഇത് വാ എന്തിനൊന്നാണ്? പിന്നെ ആത്തിഫാക്കിയിട്ട് വന്നാണ്. ഇവിടെ അക്ഷരമായത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഫ, വാവുൻ, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ല. അതിന് എന്ത് ചെയ്യാമേ? ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോയാൽ മതി. അപ്പം പ്രത്യേകിച്ച് ആ പാട്ടൊന്ന് പഠിച്ചു പോയാൽ തന്നെ നമുക്ക് ഉണ്ടാവും, പെട്ടെന്ന് മനസ്സിലാവും. ക്വസ്റ്റ്യൻ അതുകൂടി നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഉത്തരം നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. ഇതിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ ബ്രാക്കറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ലറബൽ വാലിദു വലദഹു തഅദീബൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഉപ്പ കുട്ടിയെ അദബ് പഠിപ്പിക്കാൻ വേണ്ടി അടിച്ചു. സുംതു ഷഹ്റൻ കാമില, ഒരു മാസം പൂർണ്ണമായിട്ട് ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു. ഷഹ്റൻ ഒരു മാസം, സമയമാണല്ലോ.
മശൈതു ഖൽഫ അഖി, സഹോദരന്റെ പിന്നിൽ ഞാൻ നടന്നു. പിന്നിൽ. ലറബ്തുഹു ലർബ, ശക്തമായ ഒരടി ഞാൻ അവനടിച്ചു. ലാ തഖഉദ് ഖുഊദൽ കൽബി, നായയുടെ ഇരുത്തം പോലത്തെ ഇരുത്തം നീ ഇരിക്കരുത്. യുസ്റഉൽ അർസു, കൃഷി ചെയ്യപ്പെട്ടു, കൃഷി ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ ഇതാണിത്. ഇനി നോക്കുക, ചോദ്യം മഫ്ഊലും മുത്ലഖും ലിതൗകീദിൽ ഫിഇലി, അതിനകത്തെന്താ? ഫിഇലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച മഫ്ഊൽ ഏതാണിത്? ഒന്ന് നോക്കി. പറഞ്ഞല്ലോ, ഓനെ ശക്തമായ ഒരടി അടിച്ചു എന്ന് പറഞ്ഞല്ലോ. ലറബ്തുഹു ലർബൻ. നമ്മൾ അർത്ഥം നോക്കണം. ഇനി അഥവാ അർത്ഥം കിട്ടിയില്ലെങ്കിൽ ഈ അവസ്ഥയോട് ചോദിക്കുക. നായിബ് ഫായിൽ, നായിബ് ഫായിൽ ഏതാ? മജൂൽ ഏതാണ്? ഇതിൽ ആകെ ഒരു ഫീലേ പറഞ്ഞിട്ടുള്ളൂ. ഏതാണത്? യുസ്റഉൽ അർസു അല്ലേ. ഇതാണിത് മജൂഹുൽ, നായിബ് ഫായിൽ. മജൂൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിന് തുടക്കത്തിൽ ദൊമ്മുണ്ടാവും അധികവും അല്ലേ. അർസു, അവിടെ എന്ത്? നായിബ്. അതാണ് അർസു എന്നുള്ളതാണ് നായിബ് ഫായിൽ. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. മഫ്ഊൽ ലഹു, മഫ്ഊൽ ലഹു ഏതാണ് ഇതില്? ലറബൽ വാലിദു വലദഹു തഅദീബൻ, അദബ് പഠിപ്പിക്കാൻ വേണ്ടി. എന്ത് കാരണം? പ്രവൃത്തിയുടെ കാരണം വ്യക്തമാക്കുക. അതാണ് എന്ത്? എന്തിനാ അടിച്ചത്? ലറബൽ വാലിദു, നമ്മൾ മറക്കാൻ പാടില്ല. മഫ്ഊലും ബിഹി, മഫ്ഊലും ഫീഹി, മഫ്ഊലും ലഹു, മഫ്ഊലും മുത്ലഖ്. മഫ്ഊലും ബിഹി ആരെ, എന്തിന്? മഫ്ഊലും ഫീഹി ലർഫ് സമാൻ, ലർഫ് മക്കാൻ, സമയവും സ്ഥലവും. അതുപോലെ തന്നെ പിന്നെ മഫ്ഊൽ ഫീ ആണ് പറഞ്ഞു. ഇനി മഫ്ഊൽ ലഹു പ്രവൃത്തിയുടെ കാരണം വ്യക്തമാക്കുന്നതാണ്. പിന്നെ ബാക്കി ഏത് വന്നാലും മഫ്ഊലുൽ മുത്ലഖാണ്. ബാക്കി ഏത് വന്നാലും മഫ്ഊൽ മുത്ലഖ്. മഫ്ഊൽ മുത്ലഖ് മൂന്നെണ്ണമുണ്ട്. പ്രവൃത്തിയുടെ ഇനം വ്യക്തമാക്കാൻ, പിന്നെ വിശദീകരിക്കാൻ, അതുപോലെ തന്നെ പ്രവൃത്തിയുടെ ശക്തിപ്പെടുത്താൻ വേണ്ടി, പിന്നെ പ്രവൃത്തിയുടെ എണ്ണം വിശദീകരിക്കാൻ വേണ്ടി. അപ്പോ മഫ്ഊലു ലഹു ലറബൽ വാലിദ് വലദഹു തഅദീബൻ. ലർഫു മക്കാൻ, മക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥലം. സ്ഥലം ഏതാണ്? മശൈതു ഖൽഫ അഖി, സഹോദരന്റെ പിന്നിലായിട്ട്. ഖൽഫ. അതുപോലെ തന്നെ പിന്നെ മഫ്ഊൽ മുത്ലഖ് ലി ബയാനി നൗഇൽ ഫിഇലി, ഫിഇലിന്റെ പ്രവൃത്തിയുടെ ഇനം വിശദീകരിക്കാൻ വേണ്ടി. ലാ തഖഉദ് ഖുഊദൽ കൽബി, അതൊക്കെ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ലർഫു സമാൻ, സമയം. സമയത്ത് ഏതാണ് സമയം പറഞ്ഞ്? സുംതു ഷഹ്റൻ കാമില, സുംതു ഞാൻ നോമ്പനുഷ്ഠിച്ചു ഷഹ്റൻ, ഒരു മാസം. അപ്പൊ ഒരു മാസത്തിന്റെ സമയമാണല്ലോ. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുകയാണ്. പിന്നെ അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ്. ആ ഒന്നാമത്തെ പൂരിപ്പിക്കാനുള്ളത് എങ്ങനെയായാലും ഒന്ന് ജസ്റ്റ് പിന്നെ മനസ്സിലാക്കി വെക്കുക. ഒന്നുകിൽ പൂരിപ്പിക്കാനുണ്ടാവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാനുണ്ടാവും. പിന്നെ അൽ മഅ്തൂഫ് യത്ബഉൽ മഅ്തൂഫ് അലൈഹി, മഅ്തൂഫ് മഅ്തൂഫിന് അലിയെ പിന്തുടരും. എന്തില്? ഫിൽ ഇഅറാബി, ഇഅറാബിന്റെ വിഷയത്തില്. നമ്മൾ പറഞ്ഞല്ലോ മക്കത്തു വൽ മദീനത്തു, അതാണ് വിഷയം. ആ പാഠത്തിലുള്ള എന്ത് ചെയ്യുക? ആ പാഠത്തിലുള്ള ഇഅറാബ് ഒന്ന് എഴുതി പഠിക്കുക. എന്തിന്റെ വിഷയത്തിലാണ് ചോദ്യം ഇങ്ങനെ വരും? എന്തിന്റെ വിഷയത്തിലാണ്? അപ്പൊ ഇഅറാബിന്റെ വിഷയത്തിൽ ഇഅറാബിൽ എന്ത് ചെയ്യും? പിന്നെ മഅ്തൂഫിന് അലിയെ പിന്തുടരുന്നതാണ്. അത് എഴുതി വെക്കുക. പൂരിപ്പിക്കാനാണെങ്കിൽ അറബിയിൽ തന്നെ പൂരിപ്പിക്കുക. പിന്നെ അൽ മഫ്ഊൽ ലഹു മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫഇൽ അല്ലദി, ഇത് പറഞ്ഞ നമ്മൾ പിന്നെ ചാർട്ട് കാണിച്ചല്ലോ അത്. പിന്നെയുള്ള ഏതാണ്? ആ ബെയ്ത്താണ്. ബെയ്ത്തുകളൊക്കെ ഒന്ന് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. പിന്നെ എല്ലാ ബെയ്ത്തുകളും ഒന്ന് നോക്കി വെച്ചുകൊണ്ട് പോവുക, കാരണം പൂരിപ്പിക്കാൻ വരും, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നുമയ്യിസു, വേർതിരിക്കാനുള്ളത്. ഹുറൂഫുൽ ആത്തിഫ്, ആത്തിഫിന്റെ അക്ഷരങ്ങൾ നമ്മൾ 10 പഠിച്ചല്ലോ. ആ 10 അക്ഷരങ്ങൾ, ആ 10 അക്ഷരം പഠിച്ച ആൾക്കാർക്ക് ഇത് എഴുതാൻ പണി ഉണ്ടാവില്ല. ഇതിൽ ഇല്ലാത്തപ്പോൾ ഏതാണ്? ഔ, ബൽ, ഫാഉൻ, ഇതൊക്കെ പിന്നെ ആത്തിഫിന്റെ ഹർഫുകളാണ്. ഖൽഫ ഇല്ല, ഇന്ദ ഇല്ല, വാവുണ്ട്, സുമ്മ, അം അല്ലെ, അതൊക്കെ ഉണ്ട്. ബുക്കറത്തൻ, അപ്പോൾ 3 പദങ്ങളാണ് ഇല്ലാത്തത്. ബുക്കറത്തൻ, ഖൽഫ, ഇന്ദ. ഇത് കണ്ടാൽ തന്നെ നമുക്ക് തിരിയല്ലോ അല്ലേ. ഇനി അടുത്തത് എന്താ ചോദ്യം? അജിബാണ്. ഉത്തരം ഇതാണുള്ളതാണ്. അൽ മഫ്ഊൽ മുത്ലഖ് മാഹുവ, മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. മഫ്ഊലും ഫീ നമ്മൾ പറഞ്ഞല്ലോ. മഫ്ഊലും ഫീ എന്താണ്? നായിബ് ഫായിൽ എന്താണ്? ഇതൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു പണിയില്ല, വേറെ നോക്കി പഠിക്കുക, വേറെ എഴുതി പോവുക. നായിബ് ഫായിൽ എന്താണെന്നുള്ളതാണ്. നായിബ് ഫായിൽ എന്താ? മജ്ഹൂൽ എന്താന്ന് പറഞ്ഞല്ലോ. കൈഫ യുജ്അലുൽ ഫിഅലുൽ മാദിൽ മഅറൂഫ് മജ്ഹൂലൻ, പിന്നെ മാദി മഅറൂഫ് എങ്ങനെ മജ്ഹൂലാകലേ?
മാലി മാറൂഫാണ്, മാലിയാണ്. മാലി മാറൂഫ് എങ്ങനെ മജൂലാക്കലും ഫഅല ഫുഇല എന്താണ് മാറ്റം? ആയത്തിന് ദമ്മ് അവസാനത്തെ മുമ്പിൽ ഗസ്ർ കൊടുക്കുക. നുക്കമ്മിലു ബിൽ മുനാസിബി മിൻ ഹുറൂഫിൽ ആതിഫി, ആതിഫിന്റെ അക്ഷരങ്ങളെ കൊണ്ട് ഹർഫുകളെ കൊണ്ട് എന്ത് ചെയ്യുക, പിന്നെ യോജിച്ചവ ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. ഖദിമൽ ഹുജ്ജാജു, ഹാജിമാര് വന്നു. ഹത്തൽ മുഷാത്തു, നടന്നു വരുന്ന ആൾക്കാർ വരെ, നടന്നു വരുന്ന ആൾക്കാർ വരെ വന്നു എന്നർത്ഥം. പിന്നെ കുൻ ആലിമൻ, നീ ആവുക, ആലിമാകുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മുത്തഅല്ലിമാകുക. നമ്മൾ ഓരോന്നിന്റെ സന്ദർഭം നോക്കണം. ഹൽ വാലിദുക താജുറൻ, നിന്റെ ഉപ്പ താജ് കച്ചവടക്കാരനാണോ? വസാരിവൻ, കൃഷിക്കാരനുമാണോ? അങ്ങനെ ചോദിക്കുവോ? അപ്പൊ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, പിന്നെ ഹൽ വാലിദുക താജുറൻ അം സാരിവൻ, കച്ചവടക്കാരനാണോ അതല്ല പിന്നെ കർഷകനാണോ? തഅല്ലമൽ വലദു അൽ ഖുർആന, കുട്ടി എന്ത് ചെയ്തു, ഖുർആൻ പഠിച്ചു. ഇനി എന്ത് ചെയ്യാ, ഹദീസും പഠിച്ചു എന്ന് എങ്ങനെ പറയാം? അൽ ഖുർആന വൽ ഹദീസ, ഖുർആനും ഹദീസും പഠിച്ചു, ഖുർആനും ഹദീസും പഠിച്ചു എന്ന് പറയാം. ജാഅത്തിൽ ഉമ്മു വൽ ജദ്ദത്തു, ജാഅത്തിൽ ഉമ്മു വൽ ജദ്ദത്തു, ഉമ്മയും വലിയുമ്മയും ഉമ്മാമയും വന്നു, ഉമ്മയും ഉമ്മാമയും വന്നു. ഞാനല്ല ജാഅത്തിൽ ഉമ്മു, ഉമ്മ വന്നു. അല്ലല്ല, വല്യമ്മയാണ് പറഞ്ഞു. അപ്പൊ എങ്ങനെ പറയാ, ജാഅത്തിൽ ഉമ്മു ബലിൽ ജദ്ദത്തു, ഉമ്മല്ല വല്യമ്മയാണ്, ഉമ്മാമയാണ്. അപ്പൊ അത് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ അത് പിന്നെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഏതാ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് എഴുതാ. പിന്നെ ആതിഫിന്റെ അർഫുകൾ അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വാ സുമ്മ ഫ, ഇത് ഓരോന്ന് എന്താ, വാ എന്ന് പറഞ്ഞാൽ ഉടനെ വന്നു, അല്ല വാ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടും ഒപ്പമായിരിക്കും, സെയ്ദും അമ്രും ഇങ്ങനെയുള്ളതാ വാ ഉപയോഗിക്കല്. അതുപോലെ തന്നെ സുമ്മ പിന്നെ ഫ എന്നുള്ളത് കുറച്ച് തൊട്ട് പിറകിലായിട്ട് വരുന്നതിനാണ് ഫ എന്ന് പറയാ, കുറച്ച് ബേക്കിലായിട്ട് വരുന്നതിനാണ് സുമ്മ എന്ന് പറയാം. അപ്പൊ ഓരോന്നും എന്ത് ചെയ്യാ നോക്കിയിട്ട് സന്ദർഭം അനുസരിച്ച് എഴുതാം. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലതൊക്കെ എന്ത് ചെയ്യും, വാ എന്നുള്ളിടത്ത് എന്ത് ചെയ്യും, ചിലത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ജാഅത്തിൽ ഉമ്മു വൽ ജദ്ദത്തു, അടക്കം എന്ത് ചെയ്യാ, ഉമ്മയും വല്യമ്മയും വന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല ഇനി ഉമ്മ വന്നു, അല്ല പിന്നെ വല്യമ്മയാണ് ഉമ്മാമയാണ് വന്ന് പറഞ്ഞാൽ അങ്ങനെയും പ്രശ്നമില്ല. പക്ഷെ എന്ത് ചെയ്യണം, അർത്ഥം യോജിക്കണം. അപ്പൊ അത് നമ്മൾ നോക്കുക. പിന്നെ അടുത്തത് പിന്നെ അർത്ഥം എഴുതാനുള്ളതാണ്. നളറ റജുലു അദുവഹു നളറത്തൽ ഗദബി, നളറത്തൽ ഗദബി. അപ്പൊ എന്ത് ചെയ്തു, തന്റെ ശത്രുവിനെ ഒരാൾ നോക്കി, നളറത്തൽ ഗദബി, ദേശത്തിന്റെ നോട്ടം. അതിന് അർത്ഥം എഴുതാനുള്ളത്, അർത്ഥം എഴുതാനുള്ളതാണ്. പക്ഷെ ഇത് എന്താ സംഭവം എന്താ, നളറ റജുലു അദുവഹു, തന്റെ ശത്രുവിനെ ഒരാൾ നോക്കി, നളറത്തൽ ഗദബി, ദേശത്തിന്റെ നോട്ടം. അപ്പൊ നോക്കിയ പിന്നെ ആ രൂപം വിശദീകരിക്കുകയാണ്. അപ്പൊ എന്താണ്, മഫ്ഊല് മുത്ലഖാണ്. ഇത് എന്താ, ഈ ഒരു ഉദാഹരണം തന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ മഫ്ഊല് മുത്ലഖാണ്. നമുക്ക് ഏത് വന്നാലും തിരിച്ചും മറിച്ചൊക്കെ വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കണം. നമ്മളാ പറഞ്ഞ മെത്തേഡ് നമ്മളെ മനസ്സിൽ നിന്ന് മാറാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നല്ല ഉഷാറായിട്ട് വളരെ മനോഹരമായിട്ട് ഭംഗിയിൽ പരീക്ഷ എഴുതാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സ്വന്തമായിട്ട് പഠിക്കണം, പഠിച്ചിട്ട് എഴുതണം. അതാണ് ഒരു മനസ്സിന് ഒരു റാഹത്ത്. അത് നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസ്മിയൊക്കെ ചൊല്ലി എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് പോവുക, തുടങ്ങുമ്പോൾ ബിസ്മിയൊക്കെ ഓതി, നമ്മൾ സാധാരണ പാറ്റൊക്കെ ഓതല്ലോ. ഏതായാലും നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഒരു നിയത്തോടു കൂടെ തന്നെ പഠിക്കുക. ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, നല്ല നിയത്തോടു കൂടെ പഠിക്കുക. പഠിച്ചിട്ട് സ്വന്തമായിട്ട് എഴുതുക. വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുക, എഴുതുക. ആലോചിച്ചിട്ടൊക്കെ എന്ത് ചെയ്താൽ എഴുതിയാൽ മതി. ഏതാണെന്നൊക്കെ ശരിക്കും നോക്കിയിട്ട് എഴുതാൻ മതി. ലിസാനൊക്കെ ആകുമ്പോൾ വളരെ കുറഞ്ഞ ഭാഗം എഴുതാനുണ്ടാവുള്ളൂ. എഴുതാനുള്ളത് എന്ത് ചെയ്യുക, നല്ല ഉഷാറായിട്ട് ആലോചിച്ചിട്ട് പിന്നെ സ്വന്തമായിട്ട് ഇരുന്ന് എഴുതുക, പഠിച്ചെഴുതുക. അതാണ് നമുക്ക് എന്ത് ചെയ്യുക, വളരെ റാഹത്ത്. കോപ്പി അടിച്ച് ചെയ്താൽ അല്ലെങ്കിൽ വേറെ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നതൊന്നും എന്തല്ല നമ്മളെ സംബന്ധിച്ച്, കുട്ടികളായ നമ്മളെ സംബന്ധിച്ച് നമുക്ക് യോജിച്ചതല്ല. നമ്മൾ സ്വന്തമായിട്ട് എഴുതുക. ഒന്ന് ഇങ്ങനെ പഠിച്ച് പോയിട്ടൊന്ന് എക്സാം എഴുതി നോക്കി, അന്ന് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും, വല്ലാത്തൊരു ആനന്ദമായിരിക്കും. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ട് ആ ചോദ്യങ്ങൾ മുഴുവനും വന്ന് എഴുതാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് നേരെ മറിച്ച് അപ്പുറത്തുനിന്ന് അല്ലെങ്കിൽ വല്ല പിന്നെ കോപ്പിയൊക്കെ അടിച്ചിട്ട് എഴുതിയാണെങ്കിൽ അതിനൊരു റാഹത്തില്ല. നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെയാണ്. അങ്ങനെയല്ല, പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു ആവേശവും നമുക്ക് പരീക്ഷ എഴുതുമ്പോഴും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഉത്തരം നമ്മളെ മനസ്സിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ഉസ്താദ് പേപ്പറൊക്കെ തരുമ്പോഴും ഒരു ആവേശം ഉണ്ടാകും. കുട്ടികളായ നമ്മളെ സംബന്ധിച്ച് ഒരു ആവേശം ഉണ്ടാകും. ഈ ഒരു ആവേശം ഒന്നും ആരെ സംബന്ധിച്ചുണ്ടാവില്ല. പിന്നെ കോപ്പി അടിച്ചുണ്ടാവും, പിന്നെ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചുണ്ടാവില്ല. ഓനെ സംബന്ധിച്ച് ഈ ഒരു സന്തോഷം ഓനെ സംബന്ധിച്ചുണ്ടാവില്ല. സന്തോഷം ഉണ്ടാവും, ഒരു മാർക്ക് കിട്ടിയെന്നുള്ള സന്തോഷം ഉണ്ടാവുള്ളൂ.
മൊത്തത്തിലൊരു സന്തോഷം കിട്ടണമെങ്കിൽ ഇനി അടുത്ത പരീക്ഷയ്ക്കും പഠിക്കണം എന്നൊരു ആവേശം ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു തന്നെ പോകണം. അള്ളാഹു തആല ആ രൂപത്തിലാക്കി തെറ്റേ. പരമാവധി ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, അവരുടെ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മളുമായി ബന്ധപ്പെട്ട അപ്പുറപ്പുറമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ എന്ത് ചെയ്യുക, പ്രയാസമില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്കൊക്കെ അടിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.